കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ച് ഡിജിപിക്കും ഓഡിറ്റിംഗ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനും ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശം. ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റ വിസി ഡോക്ടർ സിസ തോമസ് ക്രമക്കേടുകൾ സംബന്ധിച്ച് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. വിസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താനുള്ള ഗവർണറുടെ തീരുമാനം. IT വകുപ്പിന് കീഴിലുള്ള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ മുഖ്യമന്ത്രിയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടത്താറില്ല. IT-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നതിനാൽ സാധാരണ സർക്കാർ ചട്ടങ്ങളും സാമ്പത്തിക അളവുകോലുകളും ഡിജിറ്റൽ സർവകലാശാലയിൽ ബാധകമാക്കാനാകില്ലെന്നായിരുന്നു സർവകലാശാല സ്ഥാപന കാലത്തെ നയം. അതിനാൽ മറ്റ് സർവകലാശാലകൾക്ക് സമാനമായി ഓഡിറ്റും നടന്നിട്ടില്ല. പ്രൊജക്ടുകളിലൂടെ സാമ്പത്തികം കണ്ടെത്തേണ്ട വിധത്തിലാണ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വ്യവസ്ഥ തന്നെയാണ് ക്രമക്കേടുകൾക്കും ആയുധമാക്കുന്നതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. സർവകലാശാലയുടെ പേരിൽ വരേണ്ട പ്രൊജക്ടുകളും മറ്റും അധ്യാപകർ സ്വന്തം പേരിലുണ്ടാക്കിയ കമ്പനികൾ സ്വന്തമാക്കുന്നു. സർവകലാശാലയുടെ വിഭവം ഉപയോഗിച്ചാണ് ഇതിന്റെ ജോലികളെല്ലാം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച ഗ്രാഫീൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ സ്വകാര്യ സ്ഥാപനം ഇതു സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമാണ് പിറവിയെടുത്തത് തന്നെ. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുൻപ് തന്നെ ഈ സ്ഥാപനത്തിന് തുകയും കൈമാറി. സ്വകാര്യ സ്ഥാപനത്തിന് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കരാറുകളും. ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടികൾ മുടക്കി വികസിപ്പിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസിക്കാൻ നൽകി. സംശയാസ്പദമായ വൗച്ചറുകളും സുതാര്യമില്ലായ്മയും സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമല്ലാതാക്കി.